നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ ഉണ്ടാക്കിയ നഷ്ടം നമ്മുടെ ചിന്തകൾക്കും അതീതമാണ്. ഭീമൻ കമ്പനികളും കോടീശ്വരന്മാരും പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തന്നെ ഇന്ത്യയിൽ മുകേഷ് അംബാനിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഈ അവസരത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചിരിക്കുന്ന മേഖല അത് വ്യോമ മേഖലയാണ്. കൊറോണ ബാധ കാരണം ലോകത്തെ മിക്ക വ്യോമയാന കമ്പനികളും മെയ് അവസാനത്തോടെ പാപ്പരാകുമെന്ന ആശങ്കാജനകമായ റിപ്പോർട്ടാണ് ആഗോള വ്യോമയാന ഏജൻസിയായ കാപ്പ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വ്യോമ മേഖല പകുതി സ്തംഭിച്ച നിലയിലാണ്. ദുരന്തം ഒഴിവാക്കാൻ സർക്കാരും വ്യവസായ മേഖലയും അടിയന്തരമായി രംഗത്തിറങ്ങണമെന്നുള്ള ആവശ്യമാണ് ഏജൻസികൾ ഇപ്പോൾ ഉന്നയിക്കുന്നത്. പകർച്ചവ്യാധിയെ തുടർന്ന് വിവിധ സർക്കാരുകൾ ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ വിമാന കമ്പനികളെ സാങ്കേതികമായി നഷ്ടത്തിലാക്കുകയോ വായ്പാ ഉടമ്പടികളുടെ ലംഘനത്തിലേക്ക് തള്ളിവിടുകയോ ചെയ്തിട്ടുണ്ട്. വിമാനങ്ങൾ നിലത്തിറക്കിയിട്ടിരിക്കുന്നതും പകുതി യാത്രക്കാരുമായി പറക്കുന്നതും കാരണം അവയുടെ കരുതൽ ധനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ സമയങ്ങളിലെ ദൈനംദിന ബുക്കിംഗുകളെ അപേക്ഷിച്ച് 15 തുടങ്ങി 20% കുറവാണ് ഇപ്പോഴുള്ളതെന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ വ്യക്തമാക്കി. ഇൻഡിഗോയുടെ 260 വിമാനങ്ങൾ നിലത്തിറക്കിയിട്ടിരിക്കുകയാണ്. അമേരിക്കയിലെ അറ്റ്ലാന്റ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഡെൽറ്റ എയർലൈൻസ് അതിന്റെ മൊത്തം വിമാനങ്ങളിൽ 40% സേവനം നിർത്തിയതായി അറിയിച്ചു. യൂറോപ്യൻ യൂണിയൻ, UK, അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാജ്യത്തെ ചില കോടീശ്വരന്മാരെ വൻ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനിക്ക് കൊറോണ വൈറസ് കാരണം നഷ്ടമായത് $500 കോടി. അതായത് ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കമ്പനിയായ ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗളം ബിർളയ്ക്ക് കൊറോണ കാരണം $88.4 കോടി നഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. തന്നെ ഓഹരി വിപണിയിൽ ഏറ്റവും അധികം തകർച്ച ബാധിച്ചത് റിലയൻസ് ഗ്രൂപ്പിനാണ്. കമ്പനിയുടെ വിപണി മൂല്യത്തിൽ 53,706.40 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 11.52 ലക്ഷം കോടി രൂപയാണ് ഓഹരി നിക്ഷേപകർക്ക് ആകെ നഷ്ടമായത്. അസീം പ്രേംജിക്ക് $86.2 കോടി, ഗൗതം അദാനിക്ക് $49.6 കോടി നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം കോവിഡ് വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെടുകയും നിയന്ത്രണാതീതമായി പടരുകയും ചെയ്ത ചൈനയേക്കാൾ രൂക്ഷമാകുകയാണ് മറ്റിടങ്ങളിൽ. ഇതുവരെ 7007 പേർ മരിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി തുടരുകയാണ്. ഇറ്റലിയിൽ ഇന്നലെ മാത്രം 349 പേർ മരിച്ചതോടെ മരണസംഖ്യ 2100 മരുന്നുകൾക്ക് കടുത്ത ക്ഷാമമാണ് ഇറ്റലി നേരിടുന്നത്. ലോകരാജ്യങ്ങളോട് സഹായം അഭ്യർത്ഥിച്ച ഇറ്റലി രക്ഷപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ചികിത്സ എന്ന രീതിയിലേക്ക് മാത്രം മാറിയിരിക്കുകയാണ്. ഇതോടെ പ്രായമായവർ കൂട്ടത്തോടെ മരിക്കുന്ന അവസ്ഥയാണ് ഇറ്റലിയിൽ. ഫ്രാൻസിലും ജർമ്മനിയിലും സ്ഥിതിഗതികൾ വഷളായി വരികയാണ്. ഫ്രാൻസിൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് വിലക്കി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉത്തരവും ഇറക്കി. ഉത്തരവ് ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ഉണ്ടാകുമെന്നും മാക്രോൺ പ്രഖ്യാപിച്ചു. പരസ്പര സമ്പർക്കം ഒഴിവാക്കണമെന്ന് ബ്രിട്ടനും നിർദ്ദേശിച്ചു. ജർമ്മനി ഉല്ലാസ വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചു. സ്വിറ്റ്സർലാൻഡ് അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.